കുക്കിംഗ് വിത്ത് ഗീതയിലേക്ക് എല്ലാവർക്കും സാധാരണ നമ്മളൊരു മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. നമുക്കൊരു ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണ എടുക്കുന്നത്. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതായിട്ട് ചൂടാക്കാം. ഇത്രയും ഉലുവ ഇട്ട് കൊടുക്കാം. നമുക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില ഇതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. നമ്മൾ 3 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ചൂടുവെള്ളത്തിൽ നമ്മൾ കലക്കിയതാണ്. അപ്പം നമുക്ക് ഇതോടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അതിനകത്തോട്ട്. നമുക്കൊരു അല്പം എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അത് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. നമുക്ക് ഇച്ചിരി കായം ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് പാത്രം കഴിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനകത്ത് ഇളക്കി കൊടുക്കാം. നമുക്ക് പുളിയും വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇച്ചിരി ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇത്ര ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്തു. നമ്മുടെ അരപ്പ് തിളച്ചു. നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. നമ്മൾ നെമ്മീൻ അവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ മീനുണ്ട്. അപ്പം നമുക്കിത് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പതുക്കെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചാറൊക്കെ കോരിൻ്റെ മണ്ടയ്ക്കോട്ട് ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം. നമുക്ക്
നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നമുക്കൊരു തക്കാളി കറിയും കൂടെ ഉണ്ടാക്കാം. തക്കാളി നമുക്ക് ചട്ടിയിലോട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. നമ്മുടെ പച്ചമുളക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. 2-3 പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. നമുക്ക് ഒരു സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കൊരല്പം ഉപ്പിട്ട് കൊടുക്കാം. അടച്ചു വെച്ചു കൊടുക്കാം. നമുക്ക് തക്കാളി കറിക്ക് നമ്മൾ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് ജീരകം. നമുക്ക് നല്ലതായിട്ടൊന്ന് അരച്ചിട്ട് വരാം. അപ്പം തേങ്ങയും ചുവന്നുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ നല്ലതായിട്ട് നമ്മൾ അരച്ച് നമുക്കിതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളിയൊക്കെ നല്ലതായിട്ട് വെന്ത് ഉടഞ്ഞു. അപ്പം നമുക്കിതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം തേങ്ങ. നമുക്ക് മിക്സി കഴിയ വെള്ളം കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ തക്കാളി കറിക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1/2 കപ്പ് തൈര് നമ്മൾ എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് അതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കഴുകി വെള്ളവും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടാക്കാം. നമുക്ക് ഒന്ന് കത്തിച്ച് കൊടുക്കാം. നമ്മളൊന്ന് ഉപ്പുണ്ടോ നോക്കിയിട്ടില്ല. ഉപ്പുണ്ടോ നോക്കാം. നമുക്ക് അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒത്തിരി ചൂടാവണ്ട, ഒന്ന് ചൂടായാൽ മതി. ഓക്കെ, മതി, ഇത്രയും ചൂടായാൽ മതി. നമുക്ക് കെടുത്തിയേക്കാം. ഇനി നമുക്ക് കടുക് പൊട്ടിക്കണം. നമുക്ക് കറിക്ക് കടുക് പൊട്ടിക്കാം. നമുക്കൊരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവട്ടെ. ഒന്ന് ചുറ്റിച്ചു കൊടുക്കും.
നമുക്കൊരു ഇച്ചിരി ഉലുവായിട്ട് കൊടുക്കാം. നമുക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇച്ചിരി മുളകും കരിവേപ്പിലയും ഉള്ളിയും കൂടെ കടുക് പൊട്ടിക്കാം. നമുക്കിതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊട്ടാം. നമ്മുടെ കടുക് വറുത്ത് നമുക്കിതിൻ്റെ മണ്ടയ്ക്കോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കറി റെഡിയായി. അപ്പം നമ്മുടെ മീൻ കറിയും റെഡിയായി. ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ 2 വിഭവങ്ങളാണ് ഇട്ടിരിക്കുന്നത്. ഒരു നല്ല മീൻ കറി, ഒരു നല്ല തക്കാളി കറി. അതിനകത്ത് ഫിഷിൽ ചേർത്തെന്ന് പറഞ്ഞാൽ ഞാൻ തൈര് മാത്രമേ അതിനകത്ത് ചേർത്തിട്ടുള്ളൂ. അത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, വളരെ ടേസ്റ്റിയാണ്. ഈ മീൻ കറിയും തക്കാളി കറിയും ഉണ്ടെങ്കിൽ നല്ലതായിട്ട് നമുക്ക് ചോറ് കഴിക്കാം. അപ്പം തുടർന്നും ഞങ്ങളുടെ ചാനൽ നിങ്ങൾ കാണണം, ഞങ്ങളുടെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യണം. ബെല്ലൊക്കെ ക്ലിക്ക് ചെയ്തു മാക്സിമം ആൾക്കാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.